വിശന്നിട്ട് വയ്യ, ഒന്നിനെയും കാണുന്നുമില്ലല്ലോ. വട്ടമേശ സമ്മേളനം കഴിഞ്ഞാലല്ലേ ഇവിടെ എന്തെങ്കിലും കഴിക്കാൻ പറ്റൂ. ഇവിടെ പോയി കിടക്കുന്നു. എന്തടി ഒറ്റക്കിരുന്ന് സംസാരിക്കുന്നു? വിശപ്പ് മൂത്ത് പ്രാന്തായ അരവിന്ദേട്ടാ, അരവിന്ദേട്ടാ അതൊന്നും അല്ല. ഞാൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കായിരുന്നു. ആ നന്ദൻ എവിടെ? ഇതാ അത്ഭുതാണല്ലോ. ഞാൻ വിചാരിച്ചു വല്ല ചിക്കന്റെയോ മട്ടന്റെയോ കാര്യം മാത്രമേ തിരക്കുള്ളൂന്ന്. ഏതായാലും അന്വേഷിച്ചതിൽ സന്തോഷായി. അവളിങ്ങ് എത്തിയിട്ടില്ല ഓഫീസില്. നന്ദൻ എന്നെ ഒരു ദിവസം ഹോട്ടലിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. ചുമ്മാതല്ല നന്ദൻ അന്വേഷിച്ചതില്ലേ. വിനോദ് ചോറാണോ? പിന്നല്ല ആന്റി നീ വിളമ്പണ്ട. ഓഫീസിൽ വെച്ച് നടക്കാത്തത് വീട്ടിൽ വെച്ച് നടത്താന്ന് കരുതിയല്ലേ? നടക്കില്ല, നടക്കാൻ അനുവദിക്കില്ല ഞാൻ. അയ്യോ, ചിക്കൻ കറി പോയി. ഞാനല്ല. എന്നെ എന്തിനാ അടിച്ചത്? ആനന്ദിന് വേണ്ടി എത്ര ആഗ്രഹത്തോടെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാ നീ തട്ടി എറിഞ്ഞതെന്ന് അറിയാമോ? ഈ ആനന്ദേട്ടനാ. എന്താണ് ജയന്തി ഇത്? ആഹാരം കഴിക്കുമ്പോഴേലും കുറച്ച് മാനേഴ്സ് കാണിച്ചൂടെ? ആനന്ദേട്ടാ, ഒരാളൊരു സാധനം കൊണ്ടുവരുന്നത് കണ്ടൂടെ നിനക്ക്? ബ്രോ, ഇത് ബ്രോയുടെ പ്ലാനിങ് അല്ലേ? ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആഹാരം വാങ്ങി കഴിക്കാതിരിക്കുള്ള പരിപാടിയല്ലേ? എനിക്ക് മനസ്സിലായി. സംഗതി അത് തന്നെ. അപ്പൊ ഇത് മതിയല്ലേ? അല്ല, നിനക്കെന്താടി കണ്ണു കാണാൻ വയ്യേ? ഇനി എങ്ങനെയാ അത്താഴം കഴിക്കുന്നേ? നിന്നെ ഞാൻ വേണ്ട, അവൾ അറിഞ്ഞുകൊണ്ട് സംഭവിച്ചല്ലോ. വീട്ടേക്ക് ഇനി എല്ലാം ഒന്നേന്ന് റെഡിയാക്കാൻ വൈകും. ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തുന്നതായിരിക്കും നല്ലത്. അമ്മേ, ഇന്ന് നന്ദന ഹോട്ടലിലേക്കേ പോയത്. അവളുടെ ഹോട്ടലിൽ തന്നെ ഓർഡർ ചെയ്ത് വരുത്താം. അരവിന്ദേട്ടാ, എനിക്ക് ഒരു മട്ടൻ ചാപ്സും ചിക്കൻ ടിക്കയും കൂടി പറഞ്ഞേക്കണേ. ഇവിടെ തീറ്റിപ്പണ്ടാരം എല്ലാം നശിപ്പിച്ചിട്ട് അവൾക്ക് ചിക്കൻ ടിക്ക. വാടി ഇങ്ങോട്ട്. ആന്റി, അതെ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഓർഡർ ചെയ്യണോ അതോ? വേണ്ട,
എനിക്കൊന്നും ഓർഡർ ചെയ്യണ്ട. ശരി ബ്രോ. മോനെ, ഞങ്ങൾക്ക് വേണ്ടത് ഓർഡർ ചെയ്തു. ഉം. കല്യാണി, വെള്ളം കൂടി വേണം. ആഹാ, നേരത്തെ ഉറങ്ങിയ ആഹാ, എന്തൊക്കെയോ വറുത്തെടുത്തതിന്റെ മണം വരുന്നല്ലോ. ഇന്നെന്താ വിശേഷിച്ച്? എന്താ മോളിത്? പതിവില്ലാത്ത ഐറ്റങ്ങളാണല്ലോ. എന്താ വിശേഷം? ആരെങ്കിലും വിരുന്നേര് വരുന്നുണ്ടോ? അതച്ഛാ, അനിയൻകുട്ടനൊരു ആഗ്രഹം, ഒരു ദിവസം തൃച്ചംബരത്തെ പോലെ ഉഗ്രനായിട്ട് ആഹാരം കഴിക്കണോന്ന്. രാവിലെ മുതലുള്ള പിടിവാശിയാ. എങ്കിൽ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി. ഉച്ചയ്ക്ക് അവൻ സ്കൂളിലായിരിക്കില്ലേ, അപ്പൊ പിന്നെ രാത്രി അത്താഴത്തിനാക്കി കളയാന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. ഓ, അത് ശരി. അല്ല, വായിൽ വെള്ളിക്കരണ്ടിയായിട്ട് ജനിച്ച സൽപുത്രനല്ലേ? ഞാൻ ചോദിക്കട്ടെ അവനോട്. അയ്യോ ഈശ്വര, അനിയൻകുട്ടനെ കൂട്ടുപിടിച്ചത് അബദ്ധമായല്ലോ. അനിയൻകുട്ടാ, എഴുന്നേക്കാൻ. എടാ എഴുന്നേക്കാൻ. അവനൊന്നും അറിഞ്ഞില്ലെന്നെങ്ങനെ വിളിച്ചു പറഞ്ഞ പെട്ടത് തന്നെ. കഷ്ടകാലത്തിന് അവന്റെ പേരും പറഞ്ഞു. ഈശ്വര, എഴുന്നേക്കണം. എന്തൊരു കഷ്ടമാണിത്. ഉറങ്ങാനും സമ്മതിക്കില്ല. എന്താ അച്ഛാ, എന്തിനാ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നേ? ഓഹോ, അത് ശരി. ആഹാരത്തിന് ഓർഡർ കൊടുത്തിട്ട് ഉറക്കല്ലേ? സീമയിലെ രാജകുമാരൻ എഴുന്നേറ്റാട്ടെ. അമൃതത്തിന് സമയായി. എല്ലാം റെഡിയാ. അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ എന്താ ഓർഡർ കൊടുക്കാൻ? നീ എന്തിനാ അവളെ നോക്കി പഠിപ്പിക്കുന്നേ? അവളെല്ലാം എന്നോട് പറഞ്ഞു. നീ വാ, എണീക്ക്, നമുക്ക് ആഹാരം കഴിക്കാം. എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ നാളെ കഴിച്ചോളാം. ആദ്യം ഉറങ്ങട്ടെ. കണ്ടില്ലേ, നിന്നെ കൊണ്ട് എല്ലാം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിച്ചിട്ട് അവൻ അവന്റെ പാട് നോക്കി ഉറക്കായി. ശരിയാ, എന്തൊരു ചെറുക്കനായവൻ, വെറുതെ ജോലി എടുപ്പിക്കാനായിട്ട്. അല്ല, അച്ഛന് വിളമ്പട്ടെ ഞാൻ? വേണ്ട, കുറച്ച് കഴിയട്ടെ. ആദ്യം ഒരു കട്ടൻ കാപ്പി ഇട്ടതാ. ഞാനൊന്ന് കുളിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മതി ഭക്ഷണം. ശരി അച്ഛൻ. ചേച്ചിയുടെ ചക്കരക്കുട്ട്, ചക്കരക്കുട്ട്. അയ്യോ, വല്യൂഞ്ഞ്.
മിസ് കോൾ അടിച്ചു നോക്കാം. കൊള്ളാലോ. കൊള്ളാം. കെട്ടിയോളുമാരായ ഇങ്ങനെ വേണം. പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഫുഡ് എത്തിയല്ലോ. വല്യുഞ്ഞ് പട്ടിണി കിടന്നാ എനിക്ക് എങ്ങനെയാ വല്യുഞ്ഞ കിടന്ന ഉറക്കം വരണേ? അതുകൊണ്ട് പേടച്ചടിച്ച ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയേ. താങ്ക്സ്. ഇനി വിളമ്പ്, കഴിക്കാം. നല്ല വിശപ്പ്. വാ. വല്യുഞ്ഞെ, ഞാൻ കഴിക്കാനോ? അതൊന്നും നടക്കില്ല. നീ വാരി തരണം, എന്നാലേ കഴിക്കൂ. അയ്യോ വല്യുഞ്ഞ എന്തൊക്കെയാ പറയണേ? കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ വാരിത്തരാൻ. കൈക്ക് അസുഖമൊന്നും വന്നിട്ടുമില്ല. ദേ സോയ എടുത്തങ്ങ് കഴിച്ചാ മതി. സോറി കല്യാണി, ഇന്ന് ഞാനിത് കഴിക്കണമെങ്കിൽ നീ എനിക്ക് വാരി തരണം, അല്ലെങ്കിൽ എനിക്ക് ഭക്ഷണം വേണ്ട. എന്തിനാ വല്യുഞ്ഞ ആവശ്യമില്ലാത്ത വാശിയൊക്കെ? ഇതെങ്ങനെ അഖിലാമ്മയുടെ അറിഞ്ഞാലുള്ള അവസ്ഥ അറിയാലോ. ഇപ്പോഴേ ഞാൻ തൃച്ചംബരത്തുനിന്ന് പുറത്താ. ഇനി ഇതും കൂടി ആയാല് നോക്ക് കല്യാണി, ഈ രാത്രിയിൽ ഇവിടെ വന്ന് ആരും ഒന്നും കാണാൻ പോകുന്നില്ല. ദേ ഞാനും നീയും മാത്രമേ ഉള്ളൂ. പിന്നെ ദാ ഈ നിലാവും. എന്റെ ഒരു കൊച്ചാഗ്രഹമല്ലേ, പ്ലീസ്. ഇങ്ങനെയൊന്നും തന്നാ പോരാ, പിന്നെ എന്റെ കെട്ടിയോളെ പോലെ വാരിത്തരണം. വല്യുഞ്ഞ എന്തൊക്കെയാ പറയണേ? കെട്ടിയോളെ പോലെ എന്ന് പറഞ്ഞ? ആദ്യം ഞാൻ കെട്ടിയ താലി എനിക്ക് കാണത്തക്ക രീതിയിൽ പുറത്തിടണം. എന്നിട്ട് അതിന്റെ വിശ്വാസത്തിൽ നിറഞ്ഞ മനസ്സോടെ വേണം എനിക്ക് ആഹാരം വാരിത്തരാൻ. നീ താലിയണിഞ്ഞ് ഇവിടെ എന്റെ അടുത്തിരിക്കുമ്പോ അല്പം കൂടി സുന്ദരിയായതുപോലെയുണ്ട്. നിന്നെ ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കാൻ എനിക്ക് തോന്നുന്നത് ദാ ഇങ്ങനെ. ശരി ശരി, മതി നോക്കിയത്. കഴിക്ക്. ഇല്ലില്ല, അഖിലേച്ചി ഒന്നും പറഞ്ഞില്ല. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ നേരിട്ടങ്ങ് വിളിച്ചോ. നമ്പർ ഉണ്ടല്ലോ അല്ലേ? ആ ഞാൻ നിന്റെ മൊബൈലിലേക്ക് വാട്സപ്പ് ചെയ്തേക്കാം. നീ ഫോൺ വെച്ചോ.
ഞാൻ ഇപ്പൊ തന്നെ വാട്സപ്പ് ചെയ്തേക്കാം. ഓ ശരി. ഏത് ബിസിനസ് സ്ഥാപനം തുടങ്ങിയാലും തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി തന്നെ വേണം ഉദ്ഘാടനത്തിന്. ഇവരാര് സെലിബ്രിറ്റിയോ? നമ്പർ എന്റെ പട്ടി കൊടുക്കും. അയ്യടാ, ഈശ്വരാ, ഞാൻ ഈ കാണുന്നത് സത്യമാണോ? ശ്ശോ, വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. ആനി ഒന്നിങ്ങോട്ട് വാ, ഞാനൊരു കാര്യം കാണിച്ചു തരാം. വാ. കൈന്ന് വിട്. നീ ദേ അങ്ങോട്ട് നോക്ക്, അതിലും വലിയ കാഴ്ചയല്ലേ കാണുന്നേ. കല്യാണി ആനന്ദേട്ടന് ചോറ് വാരി കൊടുക്കുന്നു. ഭയങ്കരീ. ഞാൻ ഇപ്പൊ കാണിച്ചു കൊടുക്ക രണ്ടിനെ. ആന്റി നിക്ക്. എന്താ ആന്റി വെറുതെ മണ്ടത്തിന് കാണിക്കല്ലേ, ആദ്യം വീഡിയോ എടുക്ക്. നമുക്കിത് തെളിവാക്കണം. ആ അത് ശരിയാ. എന്നിട്ട് അഖിലേക്ക് വാട്സപ്പിൽ അയച്ചു കൊടുക്കാം. ഉഗ്രൻ ഐഡിയ. താങ്ക് യു താങ്ക് യു. വേണ്ട, മതി, നിറഞ്ഞു. ഇങ്ങോട്ട് എടുക്ക്. ഇങ്ങോട്ട് തന്നെ. ഇനി ഒരാഗ്രഹം കൂടിയുണ്ട്. എനിക്ക് ഈ മടിയിലൊന്ന് തല വെച്ച് കിടക്കണം. അയ്യടാ, നല്ല ചേലായി. ഒന്ന് പോയേ വലിയ ഓരോരോ ആഗ്രഹങ്ങള്. ഞാൻ പോവാ, അച്ഛൻ അവിടെ തിരക്കണുണ്ടാവും. ഏയ് കല്യാണി, പ്ലീസ്. ഈ കുന്തത്തിലൊന്നും കിട്ടുന്നില്ല, വെറും ഇരുട്ട് മാത്രം. ഇനി കിട്ടിയിട്ട് ഒരു കാര്യമില്ല, അവര് പോയി. ഇവള് ഉറങ്ങിയില്ലേ? ശബരി, നീ ഇത് എവിടെയാടാ? കൊറേ നാളായാലോ വിളിച്ചിട്ട്. ഇവിടെയോ? ഇവിടത്തെ വിശേഷങ്ങൾ പറയാൻ നിന്നാ നേരം വെളുക്കും. അതെ അതെ, ആനന്ദിനോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഇത് തന്നെ നല്ല സമയം.